ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് നമുക്കൊരു പുതിയ അതിഥിയെ വരവേൽക്കാനുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മൾ കുറേ നാളായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗ്രൂം വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ അന്നേരം എനിക്ക് നേരിട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു മിസ്റ്റേക്കാണ് ഞാൻ അന്ന് ട്രൈപോഡ് മേടിച്ചിട്ടുള്ള. ട്രൈപോഡ് മേടിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരൻ സച്ചുവിൻ്റെ ട്രൈപോഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ട്രൈപോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ സച്ചു എനിക്ക് തന്ന ട്രൈപോഡ്. ഇതെന്ന് പറയുമ്പോൾ അവനന്ന് ഓൺലൈനായിട്ട് മേടിച്ചൊരു സാധനമാണ്. അവൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായി. അപ്പോൾ അവൻ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജ് മേറ്റ്സ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റൽ മീറ്റും കൂടി ആയിരുന്നു സച്ചു. അപ്പോൾ സച്ചു റൂമിൽ വെച്ചിട്ട് ഇപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, എടാ ഞാനിത് എടുത്തോട്ടെ, എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനെന്താ മച്ചാനെ നീ എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടിയൊരു ട്രൈപോഡാണിത്. ഇതാണ് അവൻ്റെ ട്രൈപോഡ്. അപ്പോൾ ഇതിന് കുറേ നാൾ അത് കഴിഞ്ഞ് ഞാൻ PGക്ക് പഠിക്കുന്നതിന് മുന്നേ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ് ഒരു കൊല്ലം കട്ട് ചെയ്ത സമയത്താണ് എനിക്ക് സാധനം കിട്ടുന്നത്. അത് അന്നോട്ടുള്ള സാധനമാണിത്. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഇതിൻ്റെ ഒരു എന്താ പറയണേ, ഈ റീസെൻ്റായിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് നാളായിട്ട് മര്യാദക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചൊരു പുതിയ ട്രൈപോഡ് മേടിക്കാമെന്ന്. അപ്പോൾ ട്രൈപോഡ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രൈപോഡ് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ട്രൈപോഡ്. ഇത് ഞാൻ മേടിച്ചത് പെൻഡാമേനഗിയിലുള്ള സെലിസ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് JPT എന്ന് പറയുന്ന കമ്പനിയുടെ ട്രൈപോഡാണിത്. ട്രൈപോഡിൻ്റെ കണ്ട് ഒരു ബ്ലാക്ക് കളർ ഞാൻ അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് മേടിച്ച ട്രൈപോഡാണിത്. കാരണം ഏറ്റവും കൂടുതലുള്ളത് സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. ട്രൈപോഡ് കിട്ടാൻ ഇച്ചിരി പാടാണ്, കാരണം എല്ലാത്തിലും സ്റ്റീലിൻ്റെ ഒരു സെറ്റപ്പാണ് വരുന്നത്. ഫൈനലി അങ്ങനെ നമ്മൾ മേടിച്ച ട്രൈപോഡാണിത്. ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ പ്രത്യേകത, ഇത് എന്താ പറയുക, നമ്മൾ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യണ രീതി. ഇതിലാണ് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ക്യാമറ, മറ്റേ എന്താ അതിൻ്റെ പേര്, മറ്റേ ചെറിയ ക്യാമറ ഇല്ലേ അത്, അതിൻ്റെ പേരെന്താ, ഗോപ്രോ വയ്ക്കാൻ പറ്റുന്ന രീതി അങ്ങനെ. അപ്പോൾ ഇത് വയ്ക്കുക. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 175 സെൻറ്റിമീറ്റർ, ഏകദേശം തീർന്നില്ലേ. പിന്നെ ഇതിൻ്റെ ബേസ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഹൈറ്റ്. നിലത്ത് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇതായിരിക്കും എൻ്റെ ഹൈറ്റ്. ക്യാമറ ഇവിടെ വരും. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ അഡ്ജസ്റ്റ് ചെയ്യാം, വെർട്ടിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാധനം. ഇത് ഞാൻ ആദ്യം മേടിച്ചപ്പോൾ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. പൊക്കിയും താത്തയും കളിക്കാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. ഇത് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോക്കാണ്. ഇത് മേലോട്ട് ഇങ്ങനെ പൊക്കിയിട്ട് നമുക്കിങ്ങനെ കറക്കാം. ഇതാണ് ഇതിൻ്റെ പരിപാടി. ശേഷം നമുക്ക് ഏത് ആംഗിളിലാണ് ആക്കേണ്ടത് അവിടെ ലോക്ക് ചെയ്യാം. പിന്നെ വരുന്നത് ഏറ്റവും നൂതനവും സാങ്കേതികവുമായ ഇതിൻ്റെ ബട്ടൺ, ബ്ലൂടൂത്ത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അവിടെ ചെന്ന് നിന്നിട്ട് പ്ലേസ് ചെയ്യാം. ഇതാണ് ബ്ലൂടൂത്ത് ബട്ടൺ. ഇതിൻ്റെ അകത്ത് ഒന്ന് നടങ്ങോട്ട്, ഇത് സൈഡിൽ സ്വിച്ച് വേണ്ടി. ഇത് ഞെക്കി കഴിഞ്ഞാൽ
ഇത് ഓണാവും. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓണും ഓഫും ആവും. ഓക്കെ, എൻ്റെ ഫോണായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ്, അത് കാരണം എനിക്ക് കാണിച്ചു തരുന്നില്ല. അപ്പോൾ അതങ്ങനെ. പിന്നെ എനിക്കിഷ്ടം ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, എൻ്റെ കളർ അന്വേഷിച്ച് വന്ന് കിട്ടുകയാണ്. നിങ്ങൾ മേടിക്കുമ്പോഴും ഈ കളർ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഓക്കെ, പിന്നെ ഇതൊരു ഡ്രോൺ ഷോട്ട് കാര്യങ്ങൾ ഒക്കെ, ഒരു ഫേക്ക് ഡ്രോൺ ഷോട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിൻ്റെ ഇൻസ്റ്റ പേജിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി കാണാം. പിന്നെ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ വേറൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. കൂടുതലും എല്ലാവരും ഈ ഒരു പൊസിഷൻ സെൻറ്ററിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, ഈ ഒരു പൊസിഷൻ. കാരണം ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ, ഈ പോയേക്കണ ഈ ബാറിൽ ഇതിങ്ങനെ പയ്യെ വളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പേടിയുള്ള കാര്യം ഞാൻ എപ്പോഴും ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. സെൽഫി എടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ നമ്മൾ മാക്സിമം ഇവിടെയും കൂടി ഒരു കൈ പിടിച്ച് നോക്കുക. ഞാൻ പിടിച്ചാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ തന്നു എന്നാണ് കരുതുന്നത്. പിന്നെ നമുക്കിത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, സാധനം എത്ര ഉള്ളൂ. നമുക്ക് ലോക്ക് അഴിക്കാതെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഹാൻഡിലൊരു ഡിസൈൻമെൻറ്റ് കേട്ടോ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് JTP എന്നാണ്. വേറെ കുറേ പ്രൊഡക്റ്റ് വേണ്ട, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. പിന്നെ ചില സാധനങ്ങളിലൊക്കെ കൂടുതലും വരുന്നത് സൈഡിലോട്ടുള്ളത് മേടിക്കാണ്ടിരിക്കണമെന്നുള്ളത്. നിങ്ങളെപ്പോഴും സെൻറ്ററിൽ ക്യാമറ വയ്ക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫോൺ വയ്ക്കാൻ പറ്റുന്നത് തന്നെ മേടിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിക്കിന് ചിലപ്പോൾ ചെറിയ ബെൻഡ് വന്നു തുടങ്ങും. അത് എല്ലാം നോക്കി യൂട്യൂബിൽ കണ്ട് അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 950 രൂപ. കൃത്യം 1000 രൂപയിൽ താഴെ വരുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു സൗണ്ട് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിലും, ഐ മീൻ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിലും 1000 രൂപയ്ക്ക് താഴെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ അങ്ങോട്ട് പോയത് എത്രയാ, ഏകദേശം ഒരു 2K ആ പൈസയ്ക്ക് വേണ്ടി മേടിക്കാനാണ്. പക്ഷേ എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇതിൻ്റെ പൈസ കൊടുത്തത് ഞാനല്ല, എൻ്റെ ഫ്രണ്ട് ഐശ്വര്യലക്ഷ്മിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആ കുട്ടിയോട് ഒരു നന്ദി പറയുന്നു. ഇനി തിരിച്ചു കൊടുക്കണം, ഒരു 2 മാസം കഴിഞ്ഞ് വേണം തിരിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ സാധനം വേണ്ടവർ വേറെ ഒന്നും ചെയ്യേണ്ട, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുന്ന കടയുടെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും മതി, കൃത്യമായിട്ട് ചെല്ലുക. അപ്പോൾ എൻ്റെ മനയിൽ ചെന്നിട്ട് ഈ സെയിം സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ആദ്യം ഇവരില്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. സ്റ്റീലിൻ്റെ ഈ കളർ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ കളറ് നിങ്ങൾ നോക്കി ആവശ്യമുള്ളവർ ഇഷ്ടം പോലെ മേടിക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ ഡീറ്റെയിൽസ്, എൻ്റെ പുതിയ ഡീറ്റെയിൽസും കിട്ടില്ല. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.